മണ്ണാർക്കാട് നഗരസഭ മുൻ ചെയർമാനും നിലവിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ സി മുഹമ്മദ് ബഷീർ പ്രത്യേക മുറി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന വാദം പൊളിയുന്നു. 2026 ഏപ്രിൽ 28 കൌൺസിൽ യോഗ നോട്ടീസിൽ 9ാമത്തെ അജണ്ട ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന് സെക്രട്ടറിയുടെ മുറിയോട് ചേർന്നുള്ള മുറി ഒരുക്കണമെന്നാണ്. എനിക്ക് ഒരുപാട് റൂമിന്റെ വീട്ടിലുണ്ട്, അതിന്റെ അപ്പുറത്ത് കൂടെ ടൗണിലുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. മുനിസിപ്പാലിറ്റി ഏതായാലും റൂം എടുത്ത് വന്ന് കടന്നുറങ്ങാൻ ഞാൻ തയ്യാറല്ല. മനസ്സിലായോ? എന്താവശ്യപ്പെട്ടത്? എവിടെ ആവശ്യപ്പെട്ടത്? നിങ്ങളെ പത്രക്കാരോട് പറഞ്ഞു, അല്ലെങ്കിൽ കൗൺസിലിൽ പറഞ്ഞു. അതിന്റെ ആവശ്യമല്ല. ഇനി എനിക്ക് റൂം വേണം തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ഭരണകക്ഷി ചെയർപേഴ്സണും വൈസും ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഞങ്ങൾ UDF ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ റൂമും കിട്ടും. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ ബാക്ക് സീറ്റ് ഡ്രൈവ് നടത്താറുള്ള ഞാൻ പുറത്ത് നിൽക്കണം. ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഇതിലൊരു അംഗാണ്. മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കാൻ പറയാം. മണ്ണാർക്കാട് നഗരസഭയിൽ സെക്രട്ടറി അറിയാതെ യോഗം വിളിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു. സി മുഹമ്മദ് ബഷീറിന് മുറി അനുവദിക്കാത്തതാണോ സെക്രട്ടറിയോടുള്ള ലീഗിനുള്ള അസ്വാരസ്യമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ മുറിയുണ്ട്, പോരെങ്കിൽ നഗരസഭയ്ക്ക് സമീപം സ്വന്തമായി കെട്ടിടവുമുണ്ടെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഈ വാദത്തെ ഖണ്ഡിക്കുന്നതാണ് 2026 ഏപ്രിൽ 28 അജണ്ട. 9ാമത്തെ അജണ്ടയായി പറയുന്നത് മണ്ണാർക്കാട് നഗരസഭയിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും മുൻ നഗരസഭാ ചെയർമാനുമായ സി മുഹമ്മദ് ബഷീറിന് ഓഫീസായി ഉപയോഗിക്കുന്നതിലേക്ക് നിലവിലെ റൂമിന്റെ സൗകര്യം അപര്യാപ്തമായതിനാൽ സെക്രട്ടറിയുടെ അപ്പുറത്തുള്ള മുറി ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ അടിയന്തരമായി ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ചെയർപേഴ്സന്റെ കത്ത് കൗൺസിൽ പരിഗണനയ്ക്ക് എന്നാണ്. വിവരണത്തിൽ 16/11/2025 ചെയർപേഴ്സന്റെ കത്ത് എന്നാണ്. ചെയർപേഴ്സന്റെ ചേംബറിൽ ചെയർപേഴ്സൺ കെ സജനയുടെ സാന്നിധ്യത്തിലാണ് സി മുഹമ്മദ് ബഷീർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തെറ്റായ വിശദീകരണം നൽകിയത്. മുറി അനുവദിക്കുന്നതിൽ കോൺഗ്രസിലെ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണനും AK രാധാകൃഷ്ണനും എതിർത്തതായും അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ സ്ഥിരം സമിതി അധ്യക്ഷയ്ക്ക് മുറി അനുവദിക്കണമെന്ന് വാദിച്ചിരുന്നുവെന്നുമാണ് ലഭിക്കുന്ന വിവരം. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴയ ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.